തിരുവനന്തപുരത്ത് വീണ്ടും 8 വയസ്സുള്ള ഒരു കുട്ടിയെ മൂർഖൻ പാമ്പ് കടിച്ച് മരണപ്പെട്ടിരിക്കുകയാണ്. വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കാലാവസ്ഥയിൽ, ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ. നമ്മൾ ഈ പച്ചിലകൾ മാക്സിമം റിമൂവ് ചെയ്യുക. വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ടെൻഡൻസിയാണ്. കാരണം അത്രയ്ക്ക് ചുട്ടുപഴുത്ത് കിടക്കുകയല്ലേ പ്രകൃതി. ഇടയ്ക്കൊരു മഴ കിട്ടുന്ന സമയമാണ് അത്. പ്രത്യേകിച്ചും കരികിലയുടെ ഇടയ്ക്കൊക്കെ മൂർഖനൊക്കെ അണലിയൊക്കെ വന്ന് കിടക്കാനും സാധ്യതയുണ്ട്. ചെറിയ മഴ കിട്ടുമ്പോൾ വീണ്ടും വെയിലല്ലേ, അപ്പോൾ അത് അതിനും സാധ്യതയുണ്ട്. അപ്പോൾ പുറത്താണെങ്കിലും വീടിൻ്റെ അകത്താണെങ്കിലും മാക്സിമം ശ്രദ്ധിക്കുക തന്നെ വേണം. പിടിക്കുന്നവരെയും പുറത്തു വിടുന്നവരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവരവരുടെ ചുറ്റുപാടുകളും മാക്സിമം ശ്രദ്ധയോടുകൂടി നീങ്ങാൻ കഴിയണം. അഥവാ ഒരു അപകടം ഉണ്ടായാൽ തന്നെ കുട്ടികളോടത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക. പറയണം എന്നുള്ളത്, എന്തെങ്കിലും കടിച്ചാലോ എന്തെങ്കിലും കൊണ്ടോ മുറിഞ്ഞാലോ ഒക്കെ പറയണം. ചില കുട്ടികൾ ശ്രദ്ധിക്കില്ല, അവർ ചിലപ്പോൾ പേടിച്ചിട്ടും പറയാതിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് എങ്കിൽ പോലും നമ്മളോട് പറയണം എന്ന് അവരോട് പറയും. എങ്കിലേ അപ്പം നമുക്ക് പരിശോധിക്കാമല്ലോ, മുറിവ് പരിശോധിക്കാമല്ലോ. അപ്പോൾ 2 ഡോട്ട് ഉണ്ടെങ്കിൽ അത് വിഷപ്പാമ്പ് കടിച്ചതായിരിക്കും. 2 കുത്ത് ഉണ്ടെങ്കിൽ അത് വിഷപ്പാമ്പ് കടിച്ചതായിരിക്കും. അങ്ങനെ മാക്സിമം നമുക്ക് ശ്രദ്ധിക്കാന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് ചൂടാണ്, ഭയങ്കര രൂക്ഷമായിരിക്കുകയാണ്. ഒരുപാട് മരണങ്ങളായി ഇപ്പോൾ തന്നെ പാമ്പ് കൊണ്ട്. വിഷപ്പാമ്പുകൾ നല്ലോണം കൂടുതലാണ്. നമുക്കും ഇവിടെ റബ്ബർ കാടും റബ്ബറിൻ്റെ തോട്ടമൊക്കെ ആയതുകൊണ്ട് വലിയ പേടിയും ബുദ്ധിമുട്ടും ഒക്കെ തന്നെയാണ്. ഇതിന് മുന്നേയൊക്കെ കുറച്ച് വർഷങ്ങളൊക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൂർഖനൊക്കെ വരാറുള്ള സ്ഥലമൊക്കെ തന്നെ. പിന്നെ ചില സമയത്ത് സാധാരണ ചേരയൊക്കെ ഓടുന്ന കാണാം, മഞ്ഞച്ചേര, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ഇല്ലാതെയൊന്നും അല്ല. പക്ഷെ ഇപ്പം എല്ലാം പേടി തന്നെ. ഇതിപ്പോൾ ന്യൂസ് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, കുട്ടികൾ മാത്രമല്ല വലിയ ആളുകളാണെങ്കിലും അവരോട് പ്രത്യേകം പറയുക. കുട്ടികളോട് എന്തെങ്കിലും നിങ്ങളുടെ കാലിൽ കൊണ്ടിട്ടാണെങ്കിലും മുറിഞ്ഞാൽ പെട്ടെന്ന് പറയണം. നമ്മൾ അമ്മയോട് പറയണം എന്ന് പറയാം. മരുന്ന് ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ മതി. അപ്പം നമുക്കത് ചെക്ക് ചെയ്യാമല്ലോ. വിഷമുള്ള പാമ്പിൻ്റെ കടി, വിഷപ്പാമ്പാണ് കടിച്ചതെന്നുണ്ടെങ്കിൽ 2 ഡോട്ട് ഉണ്ടാവും, 2 കുത്ത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. വേഗം തന്നെ ആൻറ്റിവനം കിട്ടുന്ന ഹോസ്പിറ്റലിലോട്ട് പോവുക. ഇപ്പോൾ ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും ഉണ്ട്. അത് നിങ്ങൾ നേരത്തെ തന്നെ ഒന്ന് തിരക്കി വെച്ചേക്കണം കേട്ടോ. ഏത് ഹോസ്പിറ്റലിലാണ്, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഏത് ഹോസ്പിറ്റലുകളിലാണ് 1-2 ഹോസ്പിറ്റലുകൾ തിരക്കി അന്വേഷിച്ച് വെച്ചേക്കണം ആൻറ്റിവനം ഉള്ളത്. അത് നമ്മളാണെങ്കിലും ചെയ്യേണ്ട തന്നെ. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പാറശാലയിലുണ്ട്. പിന്നെ നമ്മൾ വേറെ 1-2 ഹോസ്പിറ്റലിൽ അത് നമ്മൾ നോക്കി വെച്ചേക്കണം. ഇപ്പം നമുക്ക് നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതൊക്കെ വേണ്ടതൊക്കെ നമ്മൾ കരുതിയിരിക്കുക. ഒരു അത്യാവശ്യം വേണ്ട ഫോൺ നമ്പറുകളും ഒക്കെ കരുതി വെക്കുക. അപ്പോൾ ഒരു ഓട്ടോ വിളിക്കാനാണെങ്കിൽ പോലും എന്താണെങ്കിലും എമർജൻസി ആയിട്ട് നമ്മുടെ കാര്യം, നമുക്ക് മനുഷ്യനല്ലേ, നമ്മൾ നാളെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയും ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കണം ഫ്രണ്ട്സ്. മാക്സിമം കുട്ടികളെയൊക്കെ പുറത്തൊക്കെ കളിക്കാൻ വിടുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കണം. താങ്ക്